ഹായ് എവരി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വേൾഡ് ഹിസ്റ്ററി ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്ന് ബ്ലോക്ക് 4 യൂണിറ്റ് 2 അർബനിസം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അർബനിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അർബനിസം എന്ന് പറഞ്ഞാൽ. അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഈ അർബൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല, നഗരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്താണ് ഉണ്ടായിരുന്നത്? ഗ്രാമപ്രദേശങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെ. നഗരപ്രദേശങ്ങളൊക്കെ പിന്നീടാണ് ആവിർഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ മെയിൻ ആയിട്ട് ജനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? കൃഷി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. എന്നാൽ എന്താണ് അർബനിസം എന്ന് പറയുന്നത്? ഈ കൃഷിക്കല്ലാതെ നമ്മൾ ഭൂമി ഉപയോഗിക്കുക, കാർഷികേതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയുടെ ഉപയോഗത്തിനെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയാ, അർബനിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അർബനൈസേഷന്റെ പ്രത്യേകതകൾ? അർബനൈസേഷനിൽ നമുക്കറിയാം എന്താണ്, കാർഷിക വ്യവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാമീണ വ്യവസ്ഥയിൽ നിന്നും തികച്ചും ഡിഫറൻറ്റ് ആയിരിക്കും അർബനൈസേഷനിലെ സംഭവങ്ങൾ അല്ലേ. അപ്പൊ അർബനൈസേഷനിലാകുമ്പോൾ എന്താണ്, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കും, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ, ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, അതേപോലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളായിരിക്കും അല്ലെ. ഈ അർബനൈസേഷനിൽ എന്താണ്, തൊഴിലവസരങ്ങളും മറ്റും ലഭ്യമായിട്ട് കുറെ ആളുകൾ അങ്ങോട്ടേക്ക് കുടിയേറി പാർക്കും. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, വ്യത്യസ്ത സംസ്കാരത്തിലുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. ഓരോ ആളുകളുടെ കൾച്ചറും വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഈ കൾച്ചറുകളുടെ ഒക്കെ കൂടിയുള്ള ഒരു സമന്വയം അതായിരിക്കും അവിടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കൂടുതൽ ആളുകൾ വരുന്നതിന്റെ ഭാഗമായിട്ട് സ്ലം ഏരിയകളുടെ വളർച്ച, അതേപോലെ തിരക്കേറിയ തെരുവായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ കാർഷികേതര ഉപയോഗങ്ങൾക്കായി നമ്മൾ ഭൂമിയെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അർബനൈസേഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഈ അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ അർബൻസിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജനങ്ങളുടെ ജീവിത രീതി തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ സാമൂഹിക സാമ്പത്തിക രീതി എന്താണ്, തികച്ചും എന്തായിരിക്കും, ഡിഫറൻറ്റ് ആയിരിക്കും. അതേപോലെ ഒരു ഫാക്ടറി സമ്പ്രദായമായിട്ടുണ്ടായിരിക്കുക. വീടുകളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ആയിരിക്കില്ല എന്താണ്, ഫാക്ടറികളിലും ഡിഫറെന്റ് ടെക്നോളജീസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന പ്രൊഡക്ഷൻ. അതുപോലെ കുടിയേറ്റം അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതായത് എന്താണ് കുടിയേറ്റം എന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങൾ പല ആവശ്യാർത്ഥം ഒരു മേഖലയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് നടത്തുന്ന പാലായനത്തിനാണ് നമ്മൾ കുടിയേറ്റം. അർബനൈസേഷനിൽ മെയിൻ ആയിട്ട് എന്ത് കണ്ടിട്ടാണ് അവരെ അട്രാക്ട് ചെയ്യുന്നത്? എന്താണ്, ഗുഡ് സാലറി, അതേപോലെ ഗുഡ് സോഷ്യൽ എക്കണോമിക്കൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ബെറ്റർ ജോബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഇതിൽ കുടിയേറ്റത്തിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വളർന്നു വരും, ചേരികളുടെ വികാസത്തിനും അത് കാരണമായിട്ടുണ്ട്. റൂറൽ ബാക്ക്ഗ്രൗണ്ട് ഡ്യൂറിങ് അർബനൈസേഷൻ. ഈ അർബനൈസേഷന്റെ സമയത്ത് റൂറൽ മേഖലയുടെ അവസ്ഥയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, കൂടുതൽ റൂറലിൽ നിന്നും കൂടുതൽ ആളുകൾ അർബൻ ഏരിയക്ക് പോയാൽ എന്താ സംഭവിക്കുക, ആ റൂറൽ ഏരിയക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം, ജനസംഖ്യയിൽ വളരെയധികം കുറവ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ കൃഷിയിൽ വളരെയധികം കുറവുണ്ടാവും. അതെന്താവും, അവരുടെ പ്രൊഡക്ഷൻ എന്തായും ക്രമാതീതമായിട്ട് കുറയാൻ കാരണമാകും. തൊഴിലില്ലായ്മയും ദാരിദ്ര്യം വളരാൻ കാരണമാകും. ഇങ്ങനെ അപ്പോൾ ഗവൺമെന്റ് എന്തായിരിക്കും, പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവരും. ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ പലപ്പോഴും എന്താണ്, നഗരപ്രദേശങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാനായിരിക്കും. അപ്പൊ ഗ്രാമപ്രദേശങ്ങൾ പതിയെ പതിയെ എന്തായി മാറും, നഗരങ്ങളായിട്ട് മാറുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് ചേക്കേറുക, അങ്ങനെ ഒരു രീതിയിലേക്ക് ട്രാൻസിഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അർബനൈസേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഈ അർബനൈസേഷനിലെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലുള്ള എന്തൊക്കെ ചേഞ്ച് ആണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. എന്താണ്, തൊഴിൽ ലഭ്യത അവിടെ വളരെയധികം കൂടുതലായിട്ടാണ് പല ആളുകളും അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ തൊഴിൽ ലഭ്യത കൂടുമ്പോൾ അവർക്ക് എന്താണ്, ഗതാഗത സൗകര്യം വർദ്ധിക്കും. അങ്ങനെ ആകുമ്പോൾ ജനസംഖ്യ വർദ്ധിപ്പിക്കും. പക്ഷെ അങ്ങനെയുള്ള ഈ വർദ്ധിപ്പിക്കുന്നതൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളരെയധികം മാറ്റം വരുത്തും. അവിടുത്തെ ഒരു സാമൂഹിക സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച്, അവിടുത്തെ ഇക്കണോമിക് സോഷ്യൽ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുന്നത്. അതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അർബൻ മിഡിൽ ക്ലാസസിന്റെയും വർക്കേഴ്സ് ക്ലാസസിന്റെയും കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ മിഡിൽ ക്ലാസസിൽ നമുക്കറിയാം അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളായിരിക്കും. അവർക്ക് എന്താണ്, ഈ അർബനൈസേഷന്റെ ഫലമായിട്ട് അത്യാവശ്യം എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ അവർക്ക് മെച്ചപ്പെട്ട ജോലി ഒന്നും കൂടി കിട്ടുകയും അവർക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ കഴിയുകയും ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആയിരിക്കും ഉണ്ടാവുക. നല്ല ഹൗസ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. എന്നാൽ അർബൻ വർക്കേഴ്സിന്റെ അവസ്ഥ എന്തായിരിക്കും, വർക്കേഴ്സ് പലപ്പോഴും എന്താണ്, ജോലി അന്വേഷിച്ച് വന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. സാധാരണ ഫാക്ടറികൾ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അവരുടെ ജീവിത നിലവാരം പലപ്പോഴും ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. അവരെന്താണ്, കൂടുതലായിട്ടും ചേരികളിലായിരിക്കും അവർ ജീവിക്കുക. ശരിയായിട്ടുള്ള ഒരു ഹോമോ കാര്യങ്ങളോ അവർക്ക് ഉണ്ടാവില്ല. അതേപോലെ പ്രോപ്പർ സാനിറ്റൈസേഷനോ പ്രോപ്പർ വാട്ടറോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണമെന്നില്ല. അതേപോലെ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരിക്കും അവർ പലപ്പോഴും ജീവിച്ചിട്ടുണ്ടാവുക. അതേപോലെ ബാഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഇതാണ് അങ്ങനെ. സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ സ്ത്രീകൾ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും എന്താണ്, ലൈംഗിക പീഡനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരയാകേണ്ടി വരുന്നുണ്ടാവും. ഇതിനെ കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലിഞ്ചസ് ഫെയർ പോളിസി എന്ന് പറയുന്നത്.
പിന്നെ ലേസസ് ഫെയർ പോളിസി, അതേപോലെ പ്രകൃതി നിയമങ്ങൾ, കരാറിന് അടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങൾ, അതേപോലെ സ്വതന്ത്ര വ്യാപാര നയങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്നത്. അതായത് ഫ്രീ ട്രേഡ്, അതേപോലെ ലേസസ് ഫെയർ പോളിസി ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത്. ലേസസ് ഫെയർ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ഇന്റർനാഷണൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. അതേപോലെ ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞാൽ ടാരിഫും കാര്യങ്ങളൊക്കെ ഇല്ലാതെയാക്കി ഫ്രീ ട്രേഡ് ആക്കി, സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു രീതിയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അർബനൈസേഷൻ ആൻഡ് കൾച്ചർ. അപ്പൊ കൾച്ചർ എന്ന് പറഞ്ഞാൽ അർബനൈസേഷൻ ഒരു മിക്സിംഗ് കൾച്ചർ ആയിരിക്കും നമ്മൾ ശരിയായിട്ടും കണ്ടുവരുന്നത്. കാരണം എന്താ? പല ഭാഗത്തു നിന്നുള്ള ആളുകളും പല പ്രദേശത്തു നിന്നുള്ള ആളുകളും പല മേഖലകളിൽ നിന്ന് ആളുകളൊക്കെ ഒത്തുകൂടുന്ന സ്ഥലമായിരിക്കും ഈ അർബൻ എന്ന് പറയുന്നത്. പല ജോലികളും പല കാര്യങ്ങളും ചെയ്യുന്ന പല ആളുകളും വ്യത്യസ്ത കൾച്ചറുള്ള ആളുകളായിരിക്കും. അവരുടെ ജീവിത രീതി വളരെ വ്യത്യസ്തമായിരിക്കും. അതുള്ള ആളുകൾ ഇങ്ങനെ അർബനിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു കൾച്ചറും കൂടി അതിൽ കാണും. അങ്ങനെ ഒരു കൾച്ചറിന്റെ ഒരു മിക്സിങ്, പല രീതിയിലുള്ള സംസ്കാരങ്ങളുടെ ഒരു സമന്വയമായിരിക്കും അതിൽ നമ്മൾ കാണുന്നത്. അതെന്താണ്? പക്ഷെ എങ്കിലും ജനങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും കൂടുതൽ നിലവാരത്തിലേക്ക് ഉയരാനും ഒക്കെ ജനങ്ങൾക്ക് ഇതിലൂടെ പറ്റും. അതായത് സാംസ്കാരികപരമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനും പല സംസ്കാരങ്ങളെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോരാനും ചില തെറ്റായ സംസ്കാരങ്ങൾ ഇല്ലാതെയാക്കാനും ഒക്കെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഈ അർബനിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? എന്താണ് അർബനിസം, അർബനിസത്തിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഈ അർബനിസത്തിന്റെ കാരണമായിട്ട് റൂറൽ മേഖലയിലേക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ അർബനിസത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ എന്തൊക്കെയാണ് മാറ്റം വന്നത്, അതെന്താണ്, സാധാരണ ജനവിഭാഗങ്ങളുടെ അതായത് വർക്കേഴ്സിന്റെ മാറ്റം എന്താണ്, മിഡിൽ ക്ലാസിന്റെ അവസ്ഥ എന്താണ്, അതേപോലെ തന്നെ ഇതിനെ കുറിച്ചുള്ള സമ്പദ് ചിന്തകരുടെ അഭിപ്രായങ്ങളെ കുറിച്ചും, അതുപോലെ തന്നെ ഇതിലെ കൾച്ചറിന് വന്ന സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.